എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോണിലെ മെമ്മറി സ്പേസ് തീർന്നു പോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഓരോ പാർട്ടായിട്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഫോൺ സ്ട്രക്ക് ആവുകയോ ലാഗ് അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ മെമ്മറി സ്പേസ് തീർന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫോണിൻ്റെ മെമ്മറി എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഫോൺ ക്ലീൻ ചെയ്ത് വിജയിച്ച അതേ മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പാർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോണിലൊന്നും സേവ് ചെയ്യാൻ സാധിക്കാതെ ഫോൺ ലാഗ് ചെയ്യുകയും ഫോൺ സ്ട്രക്കായി പോവുകയൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ക്ലീൻ ചെയ്യേണ്ട ചില സെറ്റിങ്സുകളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവം കണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് പരമാവധി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിലെ ക്രോം ബ്രൗസർ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ വന്നിരിക്കുന്ന പോപ്പ് വിൻഡോയിൽ മൂന്നാമത്തെ ഓപ്ഷനായ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന എല്ലാ ഹിസ്റ്ററിയും നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഹിസ്റ്ററി എല്ലാം നമ്മളിവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഈ ബ്രൗസിംഗ് ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്ലിയർ ചെയ്യേണ്ട ബ്രൗസിംഗ് ഹിസ്റ്ററി എല്ലാം ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നത് കാണാം. ആ പോപ്പപ്പ് വിൻഡോയിൽ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ബ്രൗസിംഗ് ഹിസ്റ്ററി കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനിയും പോകാത്തതായിട്ടുള്ള ഹിസ്റ്ററികളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് കൺസ്യൂം ചെയ്യുന്നതാണ്. ഓരോ ബ്രൗസിംഗ് ഹിസ്റ്ററിയുടെയും തൊട്ടിപ്പുറത്തായിട്ട് ഉള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് ആ ബ്രൗസിംഗ് ഹിസ്റ്ററി നമുക്ക് മാനുവലായിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേയൊക്കെ ബ്രൗസിംഗ് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനിയുള്ളതും നമുക്ക് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിൽ തന്നെ അടുത്ത ഓപ്ഷനിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ആ ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വരുന്ന പോപ്പ് വിൻഡോയിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ വരുന്നതാണ്. ഇതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഓൾ സൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന എല്ലാ സൈറ്റുകളുടെയും ഒരു ലിസ്റ്റ് വരുന്നതാണ്. നമ്മൾക്ക് ഏറ്റവും മുകളിലുള്ള ഓപ്ഷനായ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരുന്നതാണ്. ഈ വിൻഡോയിൽ നമ്മൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ബ്രൗസിംഗ് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും താഴെയായിട്ടുള്ള ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആ ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി ഒരു പോപ്പ് വിൻഡോ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. നമുക്കത് ക്ലിയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ. നമുക്ക് മാനുവലായിട്ട് തന്നെ ഇവിടെയും ഡിലീറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെയും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ നഷ്ടപ്പെട്ട മെമ്മറി സ്പേസ് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ ഗൂഗിൾ ക്രോമിലുള്ള നമ്മുടെ ഈ ബ്രൗസിംഗ് ഹിസ്റ്ററി മാനുവലായിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ബോക്സിൽ പ്രസ് ചെയ്തതോടെ ഇങ്ങനെ ഒരു വിൻഡോ വന്നിരിക്കുന്നത് കാണാം. ഒരു പോപ്പ് വിൻഡോ. അവിടെ ഡിലീറ്റ് ആൻഡ് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അത് പ്രസ് ചെയ്യുന്നതോടെ ആ വെബ്സൈറ്റ് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ തന്നെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക.
ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഡേറ്റ സ്റ്റോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്കത് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഞാൻ ബ്രൗസ് ചെയ്ത സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഇത് ക്ലിയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ബ്രൗസ് ചെയ്ത വെബ്സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ക്ലിയർ ചെയ്യേണ്ടതാണ്. അത് മാനുവലായിട്ടും നമുക്കിവിടെ ആ ബ്രൗസ് ചെയ്ത് വെബ്സൈറ്റുകളുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോണിലുള്ള മെമ്മറി സ്റ്റോറേജ് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോണിൽ നഷ്ടപ്പെട്ട മെമ്മറി സ്റ്റോറേജ് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ്. ഈ 3 സെറ്റിങ്സാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ ഫോണിലെ നഷ്ടപ്പെട്ട സ്റ്റോറേജ് തിരിച്ചു പിടിക്കുന്നതിനായിട്ടുള്ള 2ാമത്തെ പാർട്ട് വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.